യേശുവേ സ്തോത്രം 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 സ്തോത്രം. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. നന്ദിയുടെ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം സ്തോത്രം. ഹാലേലൂയ. രാജാതിരാജവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താതി കർത്താവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. ഹാലേലൂയ. മഹത്വങ്ങളിൽ വസിക്കുന്ന സ്വർഗത്തിലെ പിതാവേ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. സ്തോത്രം 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 സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പരിശുദ്ധനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. നല്ല പ്രഭാതത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം കൂടെ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തെ ദാനമായി തന്നതിനെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ദിവസം കൂടെ ലൈവിൽ കടന്നു വന്ന് ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനവുമായിട്ട് പ്രിയ ദൈവമക്കളുടെ മധ്യത്തിലായിരിക്കുക സർവ്വകൃപാലുവായിരിക്കുന്ന ദൈവം അടിയുടെ ജീവിതത്തിലും ഒരുക്കി തന്ന അവസരത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ലൈവ് വാച്ച് ചെയ്യുന്ന എല്ലാ പ്രിയ ദൈവമക്കളെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിനരാത്രി നാം ആയിരുന്നിടത്തൊക്കെയും നമ്മെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ കൃപയ്ക്കായി, ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായിട്ട്, ദൈവത്തിന്റെ കരുതലിനായിട്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ കരുതൽ ഒന്ന് മാത്രമായിരിക്കുക. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് കർത്താവിന്റെ പാദപീഠത്തിലായിരിക്കാം. സ്വർഗത്തിലെ ദൈവം ഈ പകൽക്കാലവും നമ്മെ വഴി നടത്തുവാനായിട്ടിടയായിത്തീരും. സ്തോത്രം. അതേ കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് ലോകവസനത്തോളം എല്ലാ നാളും കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത കർത്താവ് നമ്മുടെ കൂടെ ഇരുന്ന് നമ്മെ വഴി നടത്തുവാനായിട്ട് ഇടയായിത്തീരും. ആ ഒരു ഉറപ്പും ധൈര്യവും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ കർത്താവിന്റെ പാദപീഠത്തിൽ ഈ പ്രഭാതത്തിലും ആയിരിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവവചന ചിന്തയിലേക്ക് കടന്നു വരാം. സ്തോത്രം. നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി ദൈവം നമുക്ക് വേണ്ടി ചെയ്തുതരും. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ നാം വിശ്വസിക്കുക. നാം കർത്താവിനെ ആയിരിക്കുമ്പോൾ, കർത്താവിന്റെ ക്രിസ്തുവിന്റെ കൂട്ടായ്മയ്ക്കകത്തായിരിക്കുമ്പോൾ നാം ചോദിക്കുന്നതിലും നാം നനയ്ക്കുന്നതിലും അധികമായിട്ട് കർത്താവ് ഈ പകൽക്കാലം നമുക്ക് വേണ്ടി ചിലത് ചെയ്തു തരും എന്ന് നാം വിശ്വസിക്കുക. സ്തോത്രം. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോസ്തലനായ പൗലോസ് എഫെസ്യർക്കെതിരെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-ാം വാക്യത്തിൽ ഇപ്രകാരം കാണുവാൻ സാധിക്കുന്നു: എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുക നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ. സ്തോത്രം. നാം ചോദിക്കുന്ന ഒരു ചെറിയ കാര്യമായിരിക്കാം, നനയ്ക്കുന്നത് ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷേ അതിനപ്പുറമായിട്ട് നമുക്ക് അതിന് അധികമായിട്ട് സ്തോത്രം നമുക്ക് ചെയ്തു തരുവാൻ കഴിയുന്ന ഒരു ശക്തി നമ്മളെ മേൽ വ്യാപരിക്കുന്നു. അത് കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന പുനരുത്ഥാനത്തിന്റെ ശക്തി. അതെ, മരിച്ചതിനെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ആ ദൈവത്തിന്റെ ശക്തി. പ്രിയ ദൈവമക്കളെ, ആ ശക്തിയാൽ കഴിയുന്നവനെ നമ്മുടെ വചനത്തിൽ അതാ കാണുവാൻ സാധിക്കും. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാ. സ്തോത്രം. അപ്പോൾ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ സ്വന്തം ശക്തി കൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ ബലം കൊണ്ടോ നമ്മുടെ ശക്തി കൊണ്ടോ കഴിയത്തില്ല. പക്ഷെ ഈ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കുവാനായിട്ട് എത്രത്തോളം നാം വിട്ടുകൊടുക്കുന്നുവോ അതനുസരിച്ച് ആ കൃപയും ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുമ്പോൾ, ആ ശക്തി നമ്മളുടെ മേലിലേക്ക് വ്യാപരിക്കുമ്പോൾ അത് വിശ്വാസമായി വെളിപ്പെട്ടു വരുവാനായിട്ട് ഇടയത്തിരും. ആഴമായ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയത്തിരും. ആ കർത്താവിന്റെ വചനത്തിനകത്ത് വസിക്കുവാനായിട്ട് ഇടയായിത്തീരും. അതുകൊണ്ട് വചനത്തിൽ കാണുവാനായിട്ട് നമുക്ക് കാണുന്നത്, യോഹന്നാനിൽ കാണും, നിങ്ങൾ എന്നിലും എന്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തെങ്കിലും അപേക്ഷിക്കുകയും അത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നാം എന്ത് ചെയ്യണം? അതിനകത്ത് വസിക്കുവാൻ, ആ ശക്തിക്കകത്ത് നാം നിൽക്കുവാനായിട്ട് ഇടയായി തീരുമ്പോഴാണ് നാം ഇച്ഛിക്കുന്നത് അല്ലെങ്കിൽ നാം നനയ്ക്കുന്നതിൽ അധികമായിട്ട് നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തു തരുവാനായിട്ട് ഇടയായി തീരുന്നത്. സ്തോത്ര. മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അതേ സ്തോത്രം. നാം ദൈവത്തോട് ചോദിക്കുന്ന എന്താണ് കർത്താവിനോട് ചോദിക്കുന്നത്? അതിനപ്പുറമായിട്ട്, അതിനധികമായിട്ട് അവിടെ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും, ഈ പൽക്കാലം നാം ചോദിക്കുന്ന ഒത്തിരി വിഷയങ്ങൾ കാണുമായിരിക്കാം, നാം ആഗ്രഹിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ കാണുമായിരിക്കാം. അതിൽ അധികമായിട്ട് നമുക്ക് ചെയ്തു തരുന്ന ഒരു കർത്താവ് കൂടെയുണ്ട്. അതുകൊണ്ട് പ്രിയ ദൈവപൈതലേ, നീ ഭാരപ്പെടരുത്, ആകുലപ്പെട്ടു പോകരുത്, ഉറപ്പും ധൈര്യത്തോടും ആയിരിക്കണം. നിന്റെ സകല വിഷയത്തിന്റെ പരിഹാരം യേശു കർത്താവിന്റെ പക്കൽ ഉണ്ട്. സ്തോത്ര. ഹല്ലേലൂയ. ആ കർത്താവിനോട് നാം ചേർന്ന് നിൽക്കുവാൻ തയ്യാറാകുമ്പോ, ആ കർത്താവിൽ നിന്ന് വെളിപ്പെട്ടതായ
ശക്തി നമ്മളിലേക്ക് പ്രവഹിക്കുവാനായിട്ട് നാം വിട്ടുകൊടുക്കുവാനായിട്ട് ഇടയായി തീരുമ്പോ നാം ആഗ്രഹിക്കുന്നത്, നാം ചോദിക്കുന്നതിൽ അധികമായിട്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. 4-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോ അവിടെ നമുക്ക് കാണുന്നു, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി എലീശയോട് നിലവിളിക്കുകയാണ്. എന്തിനു വേണ്ടിയാ നിലവിളിച്ചത്? ഒരു നിലവിളിയുടെ ശബ്ദം അവിടെ ഉയരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നിന്റെ ദാസൻ നിന്റെ ദാസനായി എന്റെ ഭർത്താവ് മരിച്ചുപോയി, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്കറിയാമല്ലോ. ഇപ്പോൾ കടക്കാരെ എന്റെ മക്കളെ പിടിച്ച് അടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, സ്തോത്ര, വിധവയായിരിക്കുന്ന ഒരു സ്ത്രീയാണ്. അവളുടെ ഭർത്താവ് മരിച്ചു. ഭർത്താവിനെ പറ്റി ഭാര്യ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ദാസൻ ദൈവഭക്തനായിരുന്നു. പ്രിയ ദൈവമക്കളെ, ഒരു ദൈവഭക്തനെ മുന്നോട്ട് പോകാനുള്ള ചില വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥയ്ക്കകത്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയാ കർത്താവിന്റെ കരം ചലിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഭാര്യ പറയുന്ന ഒരു കാര്യമുണ്ട്, നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു എന്ന് നിനക്ക് അറിയാമല്ലോ. സ്തോത്ര. അപ്പൊ ദൈവഭക്തിയോടെ ജീവിച്ച ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് കടന്നു വരുന്ന ഒരു അനുഭവത്തെയാണ് നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. താൻ മരണപ്പെട്ടു പോകുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുന്നു? കുഞ്ഞുങ്ങളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു അനുഭവത്തിലേക്ക് അവിടെ എത്തുവാനായിട്ട് ഇടയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എലീശ അവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്തു തരണം? വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നും ഇല്ല എന്നവൾ പറഞ്ഞു. പ്രിയ മക്കളെ, അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എലീശ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? സ്തോത്രം. കണ്ടില്ല, യേശു കർത്താവിന്റെ അടുക്കൽ വന്നവരോടും യേശു കർത്താവ് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം എന്ന് നീ ആഗ്രഹിക്കുന്നു? സ്തോത്രം. പ്രിയ ദൈവമക്കളെ, സ്തോത്രം. കർത്താവിന്റെ അടുക്കൽ വരുന്നവർക്ക് വേണ്ടി എന്ത് ചെയ്ത് തരണമെന്ന് ചോദിച്ച് അടുക്കൽ നിൽക്കുന്ന ഒരു യേശു കർത്താവ് ഇവിടെ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എലീശ ഹല്ലേലൂയ സ്ത്രീയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ? അവൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഒരു ഭരണി എണ്ണ അല്ലാതെ അടിയന്റെ വീട്ടിൽ മറ്റൊന്നുമില്ല. ഒരല്പ എണ്ണ, ഒരു ഭരണിയിൽ എണ്ണ മാത്രമുണ്ട്. പ്രിയതേ മക്കളെ, സ്തോത്രം. ഭർത്താവ് മരിച്ചുപോയി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. മക്കളെ കടക്കാർ പിടിച്ചുകൊണ്ട് പോകാനായിട്ട് വന്നു നിൽക്കുമ്പോഴും അവിടെ ആ എണ്ണ, സ്തോത്രം ഹല്ലേലൂയ, അവളത് കുറച്ച് കളയാതെ വണ്ണം സൂക്ഷിക്കുവാനായിട്ട് തീർന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ മേൽ പകരപ്പെട്ട അഭിഷേകത്തെ, നിന്റെ മേൽ പകരപ്പെട്ട ദൈവത്തിന്റെ കൃപയെ, സ്തോത്ര ഹല്ലേലൂയ, നീ സ്തോത്ര ഹല്ലേലൂയ നശിപ്പിച്ചു കളയാതെ, നീ ചോർന്നു പോകുവാനായിട്ട് അനുവദിച്ചു കൊടുക്കാതെ വണ്ണം നീ അതിനെ സൂക്ഷിക്കുവാനായിട്ട് ഇടയായി തീർന്ന, നീ ചോദിക്കുന്നതിലും അധികമായിട്ട്, നീ നനയ്ക്കുന്നതിലും അധികമായിട്ട് ആ ശക്തി നിന്റെ മേൽ ഇരുന്നു കൊണ്ട് നിന്റെ ജീവിതത്തിൽ ചിലതൊക്കെ ചെയ്തു തരുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര ഹല്ലേലൂയ. ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനവന്നിച്ചെന്ന് അയൽക്കാരോടൊക്കെ വെറും പാത്രങ്ങൾ വാങ്ങിക്കുവാനായിട്ട് പറഞ്ഞു. അങ്ങനെ അവർ എന്ത് ചെയ്തു? വെറും പാത്രങ്ങൾ വാങ്ങി. പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞു ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. അവിടെ എലീശ എന്ത് സ്തോത്ര വിധവയോട് പറയുന്നുവോ, സ്ത്രീയോട് പറയുന്നുവോ, അതെല്ലാം എന്ത് ചെയ്യുന്നു? അവരനുസരിക്കുന്ന ഒരു അനുഭവത്തെ കാണുവാൻ സാധിക്കുന്നു. ഒരു ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുന്നവോ, പ്രിയ ദൈവമക്കളെ, സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഒരു അനുസരണ അത്യാവശ്യമാണ്, വിശ്വാസം നമുക്ക് അത്യാവശ്യമാണ് എന്ന് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ സ്തോത്ര എലീശ പറഞ്ഞത് അനുസരിച്ച് അവർ അനുസരിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അവനെ വിട്ടു ചെന്ന് തന്റെ മക്കളോട് അകത്ത് കടന്നു വാതിൽ തിരിച്ചു നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പാത്രങ്ങളെയെല്ലാം ഓരോന്നായി വച്ചു കൊടുത്തു എന്ന് തിരുവചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ അവളുടെ അടുക്കിൽ പാത്രങ്ങൾ വച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു. സ്തോത്രം. അവൾ ഒരു ഭരണി എണ്ണ ഉണ്ടായിരുന്നത് അവിടെ പാത്രങ്ങൾ വച്ചു കൊടുക്കുവാനായിട്ട് ഇടയെ തീർന്നപ്പോ ഓരോ പാത്രങ്ങളിലേക്ക് അത് പകരുവാനായിട്ട് ഇടയെ തീർന്നു. സ്തോത്രം. പ്രിയതേ മക്കളെ, ഇത് പകരുന്ന ഒന്നത്രേ. സ്തോത്ര ഹല്ലേലൂയ. അതേ, നാം വിശ്വാസത്തോടു കൂടി ചിലത് ചെയ്യുവാൻ തയ്യാറാക്കുമ്പോ പ്രിയതേ മക്കൾ ഒതുങ്ങുകയില്ല, അത് പകരുവാനായിട്ട് ഇടയായി തീരും. അവിടെ കാണുന്നു, അവർ അവളുടെ അടുക്കൽ പാത്രങ്ങൾ വച്ചു കൊടുക്കുകയും
അവൾ പകരുകയും ചെയ്തു. പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവിടെ നമുക്ക് കാണുന്നു, അവൾ തന്റെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അവൻ അവളോട് പാത്രമൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എണ്ണ നിന്നുപോയി. സ്തോത്രം. പ്രിയതേ മക്കളെ, പാത്രം ഉണ്ടായിരുന്ന ആ സാഹചര്യം തീരുന്നത് വരെയും പകരപ്പെടുന്ന ഒരു അനുഭവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിനുശേഷം അവൾ ചെന്ന് ദൈവപുരുഷനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വസ്തുത അറിയിച്ചു, നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചു കൊള്ളുക. പ്രിയതേ മക്കളെ, ഇതാ ഞാൻ പറഞ്ഞത്, നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായിട്ട് നമുക്ക് വേണ്ടി ചെയ്തു തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവം. ഇവിടെ എന്താ ചോദിച്ചത്? സ്തോത്ര ഹല്ലേലൂയ. എന്റെ മക്കളെ കടക്കാരൻ പിടിച്ചുകൊണ്ട് പോകാൻ, അടിമകളാക്കുവാൻ സ്തോത്രം വന്നു. അപ്പൊ ആ കടത്തിൽ നിന്നുള്ള ഒരു വിടുതലാണ് സ്തോത്രം ഹല്ലേലൂയ ആ പ്രിയ മകൾ ആഗ്രഹിച്ചത്. പക്ഷെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, ഏലിശ പറയുന്ന ഒരു കാര്യമുണ്ട്. അതെ, എണ്ണ വിറ്റ് കടം വീട്ടുക. ഒന്നാമത് ചെയ്യേണ്ടതുണ്ട്, അതെ, ചിലർക്ക് കൊടുത്ത് തീർക്കേണ്ടത് തീർക്കുവാനായിട്ടുള്ളത് അവിടെ പകരപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്ര. അവളിൽ ഉണ്ടായിരുന്നത് എന്താ? ഒരു ഭരണി എണ്ണ. പക്ഷേ ആ കടം തീർക്കത്തക്ക രീതിയിൽ വീട്ടുവാൻ തക്കവണ ഒരു പകർച്ച അവിടെ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി പകരുന്ന ഒന്നത്ര. സ്തോത്ര ഹല്ലേലൂയ. അത് ഈ പ്രഭാതത്തിൽ പ്രിയ ദൈവമക്കളെ, അത് എന്താണെന്ന് നാം തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീരണം. സ്തോത്രം. എന്നിട്ട് അത് വീട്ടുവാൻ മാത്രമല്ല, അവിടെ കാണുന്നു, ശേഷിപ്പ് കൊണ്ട് നീയും മക്കളും ഉപജീവനം കഴിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ഇനി ആ ഭവനത്തിനകത്ത് ആരും സ്തോത്ര ഹല്ലേലൂയ ഒരു കടക്കാര് അന്ന് നിൽക്കുവാൻ ഇടയാക്കാതോണ, ആരോട് ഇവർ കടം ചെന്ന് ചോദിക്കുവാൻ ഇടയാക്കാതവണ ഒരു ശേഷിപ്പിനെ കൊടുത്ത ഒരു ദൈവമുണ്ട്. ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, ചില ശേഷിപ്പുകൾ ദൈവം നിനക്ക് തരാൻ പോക്കിയ. അതേ, ചോദിക്കുന്നില്ലേ, ഇന്ന ഒരു സാഹചര്യം കടക്കുവാനുള്ളത് എന്തെങ്കിലും ലഭിച്ചിരുന്നുവെങ്കിൽ, ഇന്നത് തീർക്കുവാൻ ഹല്ലേലൂയ എനിക്കുള്ളത് എന്തെങ്കിലും ഒന്ന് ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് നീ ആഗ്രഹിക്കുന്നില്ലേ? പക്ഷേ നീ ആഗ്രഹിക്കുന്നില്ല, ചോദിക്കുന്നില്ല, അധികമായി ചെയ്തു തരുന്നൊരു ദൈവം. ഇവിടെ കടം വീട്ടുക മാത്രമല്ല, ശേഷിപ്പ് കൊണ്ട് അവിടെ കാണുവാൻ സാധിക്കുന്നു, നീയും മക്കളും ഉപജീവനം കഴിച്ചു കൊള്ളുക. പ്രിയ ദൈവമക്കളെ, ഇതാണ് സ്തോത്രം ദൈവപ്രവൃത്തി എന്ന് പറയുന്നത്. സ്തോത്ര. നാം ഇന്നത്തെ സാഹചര്യങ്ങൾ വച്ച് കർത്താവിനോട് പലതും ചോദിക്കുവാനായിട്ട് ഇടയെത്തിരുപ്പോ നാളത്തേക്ക് വേണ്ടത് കൂടി കരുതി തരുന്ന ഒരു സ്വർഗമാ നമുക്കുള്ളത്. ചില ശേഷിപ്പുകൾ ഹല്ലേലൂയ ദൈവം നമുക്ക് തരുവാനായിട്ട് ഇടയെത്തിര. ദൈവത്തിന്റെ അഭിവൃദ്ധി നിന്റെ മേൽ വെളിപ്പെട്ട, ദൈവത്തിന്റെ ശേഷിപ്പ് നിന്റെ മേലിലേക്ക് പകരപ്പെട്ട് കഴിഞ്ഞ പ്രിയ ദൈവ പൈതലേ, നീ കഴിഞ്ഞ നാളുകളിൽ എങ്ങനെ അലയുവാനായിട്ട് ഇടയായി തീർന്നോ, നിരാശപ്പെടുവാനായിട്ട് ഇടയായി തീർന്നോ, ആ അവസ്ഥകൾക്കൊക്കെ ഒരു മാറ്റം ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഈ സ്ത്രീയുടെ സാഹചര്യം അറിയാം നമുക്ക്, പക്ഷേ ആ സാഹചര്യത്തെ തന്നെ ദൈവം മാറ്റുവാനായിട്ട് ഇടയായി തീർന്നു. സ്തോത്രം. അതാ തിരുവചനത്തിൽ പറയുന്നത്, യഹോവയെ ദൈവം എന്നെ അനുഗ്രഹിച്ചു, ഇത് ശേഷിച്ചതാകുന്ന ഒരു കൂമ്പാരം എന്ന് പറയത്തക്ക രീതിയിൽ ചില കൂമ്പാരങ്ങളുടെ ശേഷിപ്പുകളെ സ്വർഗം നമ്മുടെ ഭവനങ്ങളുടെ അകത്തേക്ക് ആത്മീയത്തിലും ഭൗതികത്തിലും തരുവാനായിട്ട് ഇടയായി തീരാ. ഉള്ളത് കൊണ്ട് തൃപ്തി പ്രാപിച്ചു പോകുകയല്ല, ഒരു അഭിവൃദ്ധിയുടെ ഒരു ടൈം ഹല്ലേലൂയ, ഒരു ശേഷിപ്പിന്റെ ഒരു കൂട്ടം ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ നമ്മുടെ ജീവിതങ്ങളിൽ വെളിപ്പെടുവാനായിട്ട് ഇടയായി തീരും. സ്തോത്രം. ഹല്ലേലൂയ. യേശുവിന്റെ അടുക്കൽ നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നു. യേശുവിന്റെ അടുക്കൽ 3 ദിവസം ഹല്ലേലൂയ തിരുവചനം കേൾക്കുവാനായിട്ട് കടന്നു വന്ന പുരുഷാരത്തെ യേശു കർത്താവ് വ്രതമായിട്ട് വിട്ടില്ല. നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അവർ തിന്ന് ശേഷിച്ചത് എടുത്തു എന്ന് തിരുവചനത്തിൽ കാണുന്നു. എന്റെ കർത്താവിന്റെ ബ്ലെസ്സിങ് അങ്ങനെയാ പ്രിയ ദൈവമക്കളെ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ നമുക്ക് തന്നു കഴിഞ്ഞാൽ സ്തോത്രം ഒരു അളവിട്ട് ഒരു പരിമിതി ഇട്ടേ തരത്തുള്ളൂ. പക്ഷേ എന്റെ കർത്താവ് സ്തോത്രം അമർത്തി കുലുക്കി തരുന്ന ഒരു കർത്താവ്. എത്ര സ്തോത്ര. നീ എന്ത് ആഗ്രഹിക്കുന്നു? ആത്മീയത്തിൽ നീ ഹല്ലേലൂയ സ്തോത്രം ഒരു അഭിവൃദ്ധി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? ഭൗതിക വിഷയത്തിനകത്ത് നിങ്ങൾ ഒരു അഭിവൃദ്ധി പ്രാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവോ? നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അധികമായിട്ട് ഹല്ലേലൂയ അതേ കർത്താവ് ഈ പകൽക്കാലം നമ്മുടെ മേൽ പകരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. അതേ കർത്താവിന്റെ കൃപ തരുവാനായിട്ട് ഇടയത്തീര. ആ പുരുഷാരത്തിന് തിന്ന് ശേഷിച്ച ശേഷം 12 കൊട്ട ശേഷിപ്പെടുത്തു എന്ന് കാണുവാൻ
സാധിക്കുന്നു. ഇവിടെ കടം വീട്ടിയ ശേഷം വീണ്ടും ആ ഭവനത്തിനകത്ത് എണ്ണയുണ്ട് എന്ന് ഏലിശയ്ക്കറിയാം. അതിനെ വീട്ടി ഉപജീവനം കഴിച്ചു കൊടുക്ക. ഹല്ലേലൂയ. നീ ഇന്നത്തെ ഒരു വിഷയത്തിന് വേണ്ടി ദൈവസനി കരയുമ്പോ നിന്റെ നാളത്തെ വിഷയത്തിക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന ഒരു സ്വർഗമുണ്ട്. നീ നാളെ ചെന്ന് ഈ വിഷയത്തെ ഓർത്ത് നീ ഭാരപ്പെടുവാനോ നിരാശപ്പെടുവാനോ അനുവദിക്കാതോടാ. നിനക്ക് വേണ്ടി സകലതും തരുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ഇതിന് നാം ചെയ്യേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ. നാം കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുവാൻ തയ്യാറാക്കണം. ആ കർത്താവിന്റെ ശക്തി നമ്മളിലേക്ക് വ്യാപരിക്കേണ്ടതിനായിട്ട് നമ്മെ തന്നെ വിട്ടുകൊടുക്കുവാനായിട്ട് ഇടയായി തീരണം. അതുകൊണ്ട് ലൂക്കോസിന്റെ സുവിശേഷത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. മറിയരത്ത് യേശു കർത്താവിന്റെ ദൂതൻ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന് പറയുമ്പോൾ സ്തോത്ര അവിടെ മറിയ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. സ്തോത്ര ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ് സ്തോത്ര അവൾ അവിടെ ഒരു സമർപ്പണത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയെത്തുന്നു. അവിടെയാണ് സ്തോത്രം ആ ശക്തി അവളിലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയെത്തുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തി അവളിലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയെത്തുന്നത്. അത്യുന്നതന്റെ ശക്തി അവളുടെ മേൽ നിഴലിടുവാൻ ഇടയായപ്പോഴാണ്, അവിടെ ആ സമർപ്പണത്തിനകത്ത് ഇടുവാനായിട്ട് ഇടയായി തീർന്നപ്പോഴാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് യേശു കർത്താവ് അവിടെ ഗർഭത്തിനകത്ത് ഉരുവാകുവാനായിട്ട് ഇടയായി തീർന്നത്. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നമ്മുടെ വിശ്വാസം ഈ പകൽക്കാലം വർദ്ധിക്കട്ടെ. അതേ സ്തോത്രം, നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വൽപ്പം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് വേണ്ടി അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചതുപോലെ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി എന്താണെന്ന് ഈ നാളുകളിൽ നാം തിരിച്ചറിയണം. സ്തോത്ര അതെ, അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ പ്രിയ ദൈവമക്കളെ, നമ്മുടെ ആത്മീയ ജീവിതത്തിനകത്ത് വളരെയധികം അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരും. സ്തോത്ര ആ ഒരു മേഖലയിലേക്ക് കയറുമ്പോഴാണ് നമുക്ക് തിരുവചനത്തിൽ കാണുവാൻ സാധിക്കുന്നത്. സ്തോത്ര നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി. ഹല്ലേലൂയ. ഈ പകൽക്കാലം വിശ്വസിക്കാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തി നാം ചോദിക്കുന്നതിലും നാം നനയ്ക്കുന്നതിലും അധികമായിട്ട് നമുക്ക് ചെയ്തു തരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തി. ഹല്ലേലൂയ. എന്താ ഈ പ്രഭാതത്തിൽ ചോദിക്കുന്നത്? സ്തോത്രം മനുഷ്യരോട് നാം ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം സ്തോത്രം അവരുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. പക്ഷേ ഈ പ്രഭാതത്തിൽ ഇവിടെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്, നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായിട്ട് നമുക്ക് വേണ്ടി ദൈവം ഈ പ്രഭാതത്തിൽ ചെയ്തു തരും. ഹല്ലേലൂയ. അതേ, സാഹചര്യങ്ങളെ മാറ്റുന്ന ദൈവത്തിന്റെ കര നിന്റെ ജീവിതത്തിനകത്ത് ഈ പ്രഭാതത്തിൽ വെളിപ്പെടും. സ്തോത്ര അതേ, മുമ്പിൽ നിൽക്കുന്ന വിഷയത്തിനകത്ത് ഒരു വിടുതലിന് വേണ്ടി ആയിരിക്കാം നീ പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നാളെ കടന്നു വരേണ്ട വിഷയത്തിനകത്തു കൂടി നീ ബുദ്ധിമുട്ട് അനുഭവിക്കാതെ വണ്ണ നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്തു തരുന്ന ഒരു കർത്താവുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ദൈവമോ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെയ മഹത്വത്തോടെ ധനത്തിലൊത്തോണ ക്രിസ്തു യേശുവിൽ തീർത്തു തരും. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ പ്രഭാതത്തെ ഞാൻ പറയട്ടെ സ്തോത്രം, ആ ഒരു അനുഭവത്തിലേക്ക് നമ്മൾ എത്രമെങ്കിൽ സ്തോത്ര നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ശക്തിയും കൃപയും വ്യാപരിക്കുന്നതിന് വേണ്ടി നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. അതിന്റെ സ്ഥാനത്തിലാണ് സ്തോത്രം. ഹല്ലേലൂയ. ഇത് നമ്മുടെ ജീവിതത്തിൽ നടക്കുവാനായിട്ട് ഇടയെത്തീർന്ന സ്തോത്രം നാം ചിലതിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാക്കുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു, ആ വിധവയായ സ്ത്രീ എലീശ പറഞ്ഞതനുസരിച്ച് അനുസരിക്കുവാൻ ഒരു വിശ്വാസത്തോടു കൂടി അത് അനുസരിക്കുവാൻ തയ്യാറായി കഴിഞ്ഞപ്പോഴാണ് അവളെ കരത്തിലുണ്ടായിരുന്ന ഭരണയുടെ എണ്ണയുടെ ഒരു പകർച്ച വ്യാപരിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നമ്മൾ വിശ്വസിക്കണം. നമ്മൾ വ്യാപരിക്കുന്ന ശക്തി എന്നെ കൊണ്ട് ചിലത് കഴിയും എന്ന് നാം വിശ്വസിക്കുവാൻ തയ്യാറാക്കുമ്പോഴാണ് ദൈവപ്രവൃത്തി കാണുന്നത്. അതാ വചനത്തിൽ കാണുന്നത്. സ്തോത്ര അതെ, പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാക്കുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്ന് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു നിറവിലേക്ക് സ്തോത്രം നാം കയറുമ്പോഴാണ്, ആ ഒരു നിറവിൽ നിന്നുകൊണ്ട് നാം പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായി തീരുമ്പോഴാണ് ഇവിടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ഒരു ഭാഗങ്ങൾ അവിടെ നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. ക്രിസ്തുവിന്റെ വിശ്വാസത്തിൽ അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എന്ത് വേണം? ക്രിസ്തു വിശ്വാസത്താൽ
നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കണം. സ്തോത്ര ഹല്ലേലൂയ. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു വിശ്വാസത്തിന്റെ തലം ത്തിന്റെ ഒരു വർധനവ്, നമ്മുടെ വിശ്വാസത്തില്, നമ്മുടെ ആത്മീയത്തില് പ്രിയ ദൈവമക്കളെ നമ്മൾ സമ്പന്നരായി തീർണം. ഹല്ലേലൂയ. ആ ഒരു അനുഭവത്തിൽ വളരണം എന്നാണ് സ്തോത്ര അപ്പോസ്തലനായ പൗലോസ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. അടിസ്ഥാനപ്പെട്ടവര് വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോട് കൂടെ ഗ്രഹിക്കുവാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിയുവാനും പ്രാപ്തരാക്കുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ നാം ചോദിക്കുന്നതിലും സ്തോത്രം. അപ്പൊ ഈ ഒരു നിറവിൽ, ക്രിസ്തുവിന്റെ ആ നിറവിൽ, ക്രിസ്തുവിന്റെ മേൽ വ്യാപരിച്ചതായ ആ നിറവ് ഹല്ലേലൂയ നമ്മിൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അധികമായിട്ട് ദൈവം നമുക്ക് വേണ്ടി ചിലത് ചെയ്ത് തരുന്നത്. അങ്ങനെ ഈ പ്രഭാതത്തെ ദൈവത്തോട് ചോദിക്കാമോ, അപ്പാ എന്റെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമേ, അതിന് നിറവ് ക്രിസ്തുവിന്റെ നിറവിനോളം വളർന്നു വരുവാനായിട്ട് എനിക്ക് കൃപ തരണമേ എന്ന് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങാമോ? സ്തോത്ര. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഒരു ലൈഫിലേക്ക് നമ്മൾ കയറുവാനായിട്ട് ഇടയായിത്തീരുമ്പോ നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായിട്ട് സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്ത് തരുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. തൃപ്തി വരുത്തുന്ന ദൈവം, ഒരു അഭിവൃദ്ധി വരുത്തുന്നതായ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കർത്താവ് നിന്നെ ബ്ലസ് ചെയ്യുവാൻ തുടങ്ങിയ, കർത്താവ് നിന്നെ നീ കർത്താവിന്റെ കൂട്ടായ്മയ്ക്കകത്ത് നിന്ന് ആ ക്രിസ്തുവിന്റെ ശക്തിക്കകത്ത് നിൽക്കുവാൻ തയ്യാറായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞ പ്രിയ ദൈവമക്കളെ, ആ അനുഗ്രഹത്തെ ആർക്കും തടയുവാൻ കഴിയത്തില്ല. ആ ബ്ലെസ്സിങ്ങിനെ ആർക്കും മുടക്കുവാനായിട്ട് കഴിയത്തില്ല. അത് വ്യാപരിച്ചു കൊണ്ടേ ഇരിക്കുവാനായിട്ട് ഇടയായിത്തീര. അതിന്റെ ഒഴുക്ക് എവിടെ നിന്ന് എന്ന് ഈ ലോകത്തിലുള്ള ആർക്കും അറിയുവാൻ കഴിയാത്ത രീതിയിൽ അത് നിങ്ങളുടെ മേലേക്ക് വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്ര. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഞാൻ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായിട്ട് നാം ചോദിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്ന വിഷയങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളൊക്കെ ദൈവം ഈ പ്രഭാതത്തിൽ അതേ സ്തോത്ര ഒരു അത്ഭുതം ചെയ്തു തരുമെന്ന് വിശ്വസിക്കുന്നവരുടമേ ഈ ദൈവവചനത്തിന്റെ ശക്തി അത്ഭുതമായി വെളിപ്പെടുവാനായിട്ടിടയായിത്തീരും. സ്തോത്ര. ഹല്ലേലൂയ. അതേ സ്തോത്രം. ആരോടാ ചോദിക്കുന്നത്? നാം ഉത്തമമായ ഒരു ബോധ്യത്തോടു കൂടി വേണം നാം കർത്താവിന്റെ സന്നിധിയിലായിരിക്കുവാൻ. എലിശ വിധവയെ സ്ത്രീയോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? ഹല്ലേലൂയ. ഈ പ്രഭാതത്തിൽ സ്തോത്രം കർത്താവ് ചോദിക്കുന്ന ഒന്നേ ഉള്ളൂ. സ്തോത്രം. ഞാൻ നിനക്ക് എന്താ ചെയ്ത് തരേണ്ടത്? പ്രിയ മക്കളെ, നാം മനുഷ്യരോടെല്ലാം പറയും എനിക്ക് ഇന്നത് വേണം എന്നൊക്കെ. പക്ഷേ ഈ പകൽക്കല ഓപ്പൺ ചെയ്ത് കർത്താവിനോടൊന്ന് ചോദിക്കാമോ? നിന്റെ ആവശ്യങ്ങൾ ഇറക്കി വയ്ക്കാമോ? സ്തോത്രം. വചനത്തിൽ ഇപ്രകാരം ഒന്നിനെ കുറിച്ച് വിചാരപ്പെടേണ്ട, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാല് നിന്റെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഈ പ്രഭാതത്തിൽ പല കോളുകളിലേക്ക് നാം പോകാതെ വേണം. ഒരു കോളുണ്ട് കർത്താവുമായിട്ടുള്ള ആ കണക്ഷൻ ഒന്ന് കറക്റ്റ് ആക്കിക്കൊണ്ട് ആ ശക്തി വ്യാപരിപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ നീ ഇന്ന് പുറത്തേക്ക് പോകുവാനായിട്ടിടയത്തിരുമ്പോ വഴിയിൽ ഒരു മുടക്കം വരുവാൻ ദൈവം അനുവദിക്കത്തില്ല. കടന്നു പോകുന്ന മേഖലയ്ക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ചലിക്കുവാനായിട്ട് ഇടയായിത്തീര. നീ ചിന്തിക്കാത്ത രീതിയിൽ, നീ നിലയ്ക്കാത്ത രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവം കാര്യങ്ങളെ ക്രമീകരിച്ച് തരുവാനായിട്ട് ഇടയായിത്തീര. അതേ നാളുകൾ എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് കർത്താവ് നിനക്ക് വേണ്ടി ചെയ്തു തരുവാനായിട്ട് ഇടയായിത്തീര. അതാ നിന്റെ മേൽ വ്യാപരിക്കുന്ന ശക്തി. അതേ പ്രിയ ദൈവമക്കളെ, ആ ശക്തിയുമായി നീ പുറപ്പെട്ടു പോകുമ്പോൾ സ്തോത്ര ഹല്ലേലൂയ നിന്നോട് ചിലർ അസാധാരണ ദയ കാണിക്കത്തക്ക രീതിയിൽ ദൈവത്തിന്റെ കൃപ അവിടെ ചൊരിയുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ ഈ പ്രഭാതത്തിൽ ഞാൻ പറയട്ടെ, നാം ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും അധികമായി ദൈവം നമുക്ക് വേണ്ടി ചെയ്തു തരും. ഈ പ്രഭാതത്തിൽ ചില നന്മകൾ നാം അനുഭവിക്കും, ചില വിടുതലുകൾ നാം അനുഭവിക്കാം, ചില വാഗ്ദത്തങ്ങളിലേക്ക് ഞാനും നിങ്ങൾ കയറുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം. ചോദിക്കുന്നത് ചെറുതായിരിക്കാം, ആഗ്രഹിക്കുന്നത് ചെറുതായിരിക്കാം, പക്ഷേ നീ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നിൽക്കുമ്പോ പ്രിയ ദൈവമക്കളെ, നിന്റെ മേൽ വരുന്ന ബ്ലെസ്സിങ് ആ ക്രിസ്തുവിന്റെ നിറവിൽ നിന്നുകൊണ്ട്, ഹല്ലേലൂയ, ഒരു മനുഷ്യന്റെ നിറവിൽ നിന്നുകൊണ്ടല്ല, ഒരു മനുഷ്യന്റെ പേഴ്സിന്റെ വലിപ്പം നോക്കിക്കൊണ്ടല്ല എന്റെ ദൈവം നിന്നെ അനുഗ്രഹിക്കുന്നത്. നീ ക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നിൽക്കുമ്പോ ക്രിസ്തുവിന്റെ മേൽ എന്തെല്ലാം വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നോ അതെല്ലാം നിന്റെ മേൽ വ്യാപരിക്കുവാനായിട്ട് ഇടയായിത്തീരും. സ്തോത്രം.
അധികമായിട്ട് നാം ചോദിച്ചതിലും അതേ ആഗ്രഹിച്ചതിലും അധികമായിട്ട് കർത്താവ് ഈ പ്രഭാതത്തിൽ നമുക്ക് വേണ്ടി ചിലത് ചെയ്തു തരും. ആ വചനത്തിൽ നാം ബലപ്പെടുക, ധൈര്യപ്പെടുക. സ്വർഗത്തിലെ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ആമേൻ. ഒരു നിമിഷം പ്രാർത്ഥിക്കുക. പരിശുദ്ധ പിതാവേ, ഈ ശബ്ദം ശ്രമിക്കുന്നതുകൊണ്ട് ജനത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിന്റെ കൃപ ഇവരുടെ മേൽ വെളിപ്പെടട്ടെ. അപ്പൊ ആ സ്തോത്രം നാം ചോദിക്കുന്നതിലും അപ്പൊ ആഗ്രഹിക്കുന്നതിലും അധികമായിട്ട് ഈ പ്രഭാതത്തിൽ സ്വർഗത്തിലെ ദൈവം തന്റെ ജനത്തിനു വേണ്ടി ചിലത് ചെയ്തു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പാ അവർ ചോദിക്കുന്ന ചെറുതായിരിക്കാം, ഹല്ലേലൂയ, അവരുടെ ആവശ്യം ചെറുതായിരിക്കാം, പക്ഷേ അതേ ശേഷിപ്പുകൾ ഉണ്ടാകത്തക്ക രീതിയിൽ എന്റെ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം ഇന്നത്തെ ആവശ്യങ്ങൾ മാത്രമല്ല, നാളത്തെ അവരുടെ ആവശ്യങ്ങൾ അറിയുന്ന സ്വർഗത്തിലെ ദൈവം ആത്മീയത്തിൽ ഭൗതികത്തിൽ ക്രിസ്തുവിന്റെ നിറവ് യേശുവിന്റെ നാമത്തിൽ ഇവരുടെ മേൽ വെളിപ്പെടട്ടെ കർത്താവേ. ശൂന്യതകൾ മാറട്ടെ കർത്താവേ, ഇല്ലായ്മകൾ മാറട്ടെ കർത്താവേ. ശേഷിപ്പിന്റെ കാലഘട്ടമായി തീരട്ടെ, ഒരു അഭിവൃദ്ധിയുടെ കാലഘട്ടമായി തീരട്ടെ. ഇവരെ നിറഞ്ഞ് കവിഞ്ഞ് കർത്താവേ മറ്റുള്ളവരിലേക്ക് പകരത്തക്ക രീതി അതേ സ്തോത്ര ഹല്ലേലൂയ. ഇനി ഒരു വിഷയത്തിനകത്ത് ഇവര് ബുദ്ധിമുട്ട് അനുഭവിക്കുവാൻ ഇടയാകാത്തവണ് സ്വർഗത്തിലെ ക്രിസ്തുവിന്റെ നിറവ് കർത്താവേ തന്റെ ജനത്തിന്റെ മേൽ അങ്ങ് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്ര. ഭാരത്തോടും പ്രയാസത്തോടും വേദനയോട് ദുഃഖത്തോടും ആയിരിക്കുന്ന തന്റെ ജനത്തിനെ ഈ പകൽക്കാലം ഈ വചനത്തിന്റെ ശക്തി വിടുതലായി തീരട്ടെ, ബലമായി തീരട്ടെ കർത്താവേ. അപ്പൊ ഈ വചനത്തിന്റെ ശക്തിയുടെ വ്യാപാരം കർത്താവേ അവരുടെ ജീവിതത്തിനകത്ത് വലിയ അവസ്ഥകൾക്ക് മാറ്റം വരുക ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജനത്തെ ദൈവകരങ്ങൾ ഏൽപ്പിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തെ തന്റെ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയായിട്ട് അനുഗ്രഹിക്കുന്നതിനായി സ്തോത്ര. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ.